ഒരിടത്ത് വലിയൊരു കാടിന്റെ ഉള്ളിൽ മാനത്ത് മുട്ടിനിൽക്കുന്ന മരങ്ങളുള്ള ഒരു പുഴയുടെ അടുത്തായി ചിന്നൻ എന്നു പേരുള്ള ഒരു വലിയ ആൻ താമസിച്ചിരുന്നു. ചിന്നൻ വളരെ നല്ലൊരു കൂട്ടുകാരനായിരുന്നു. പക്ഷേ അവന്റെ വലിപ്പം കാരണം ആർക്കും അവനോട് അടുക്കാൻ കുറച്ചു പേടിയുണ്ടായിരുന്നു. കാട്ടിലെ മറ്റു മൃഗങ്ങളൊക്കെ ചിന്നനെ ബഹുമാനിച്ചിരുന്നു, പക്ഷേ കുറച്ച് അകലം പാലിച്ചു. ഒരു ദിവസം ചിന്നൻ കുളിക്കാനായി പുഴയിലേക്ക് പോയി. അപ്പോഴാണ് ഒരു കുഞ്ഞൻ ഉറുമ്പ് വെള്ളത്തിൽ വീഴാൻ പോകുന്നത് കണ്ടത്. ഉറുമ്പ് പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചിന്നൻ ഉടൻ തന്നെ തന്റെ നീണ്ട തുമ്പിക്കൈ നീട്ടി ഉറുമ്പിനെ സൂക്ഷിച്ച് കരയ്ക്കെത്തിച്ചു. ഉറുമ്പിന് ഒരുപാട് സന്തോഷമായി. എന്റെ ജീവൻ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി, വലിയ ആനച്ചേട്ടാ, കുഞ്ഞൻ ഉറുമ്പ് പറഞ്ഞു. ചിന്നൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും സാരമില്ലല്ലോ കുഞ്ഞേ. നിനക്ക് സുഖമാണല്ലോ. ഉറുമ്പ്, എന്റെ പേര് കുഞ്ഞൻ. എപ്പോഴെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ചിന്നൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഒരു കുഞ്ഞൻ ഉറുമ്പിന് തന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് ചിന്നൻ അപ്പോൾ ചിന്തിച്ചുപോയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ചിന്നൻ കാട്ടിലൂടെ നടക്കുമ്പോൾ അവൻ വലിയൊരു കുഴിയിൽ ടപ്പേ എന്ന് വീണു. കുഴി നല്ല ആഴമുള്ളതായിരുന്നു. ചിന്നന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. അവൻ എത്ര ശ്രമിച്ചിട്ടും അവന്റെ കാലുകൾക്ക് കുഴിയുടെ മുകളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ചിന്നൻ പേടിച്ചുപോയി, കാരണം അവനെ സഹായിക്കാൻ ആരും അവിടെയില്ലായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു, പക്ഷേ അവന്റെ ശബ്ദം ആരും കേട്ടില്ല. അപ്പോഴാണ് അവൻ കുഞ്ഞൻ ഉറുമ്പിനെ ഓർമ്മ വന്നത്. കുഞ്ഞാ, കുഞ്ഞാ, അവൻ ഉറക്കെ വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് കുഞ്ഞൻ ഓടിയെത്തി. എന്താ ചിന്നൻ ചേട്ടാ, കുഞ്ഞൻ ചോദിച്ചു. ചിന്നൻ തന്റെ സങ്കടം പറഞ്ഞു. ഞാനീ കുഴിയിൽ വീണു. എനിക്ക് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. കുഞ്ഞൻ കുഴിയുടെ അടുത്തേക്ക് പോയി ശ്രദ്ധാപൂർവം നോക്കി. എന്നിട്ട് അവൻ ചിന്നനോട് പറഞ്ഞു, ചിന്നൻ ചേട്ടാ, പേടിക്കണ്ട, ഞാൻ ഒരു വഴി കണ്ടെത്താം. കുഞ്ഞൻ ഉടൻ തന്നെ അവന്റെ കൂട്ടുകാരെ വിളിച്ചു. കൂട്ടുകാരെ, വേഗം വരൂ. ചിന്നൻ ചേട്ടൻ ആപത്തിലാണ്. ആയിരക്കണക്കിന് കുഞ്ഞൻ ഉറുമ്പുകൾ നിമിഷങ്ങൾക്കകം അവിടെയെത്തി. അവർ എല്ലാവരും ഒരുമിച്ച് ചിന്നന്റെ തുമ്പിക്കൈയിൽ കടിച്ചുപിടിച്ച് ശക്തിയായി വലിക്കാൻ തുടങ്ങി. ചിന്നൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. ഇത്രയധികം കുഞ്ഞൻ ഉറുമ്പുകൾക്ക് ഇത്രയധികം ശക്തിയുണ്ടെന്ന് അവൻ വിശ്വസിച്ചില്ല. ഉറുമ്പുകൾ കുഴിയുടെ വശത്തുള്ള ചെറിയ കല്ലുകളും മണ്ണുമെല്ലാം മാറ്റി ചിന്നന് പുറത്തുവരാൻ ഒരു കുഞ്ഞൻ വഴിയുണ്ടാക്കാൻ ശ്രമിച്ചു. പതിയെ പതിയെ ചിന്നൻ തന്റെ കാലുകൾ അനക്കാൻ കഴിഞ്ഞു. ഉറുമ്പുകളുടെ സഹായത്തോടെ അവൻ പതുക്കെ പതുക്കെ കുഴിയിൽ നിന്ന് പുറത്തുവന്നു. ചിന്നൻ ഒരുപാട് സന്തോഷമായി, എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി കുഞ്ഞാ. നിന്റെയും നിന്റെ കുഞ്ഞൻ കൂട്ടുകാരുടെയും സഹായമില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കുടുങ്ങിപ്പോയേനെ. കുഞ്ഞൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ചിന്നൻ ചേട്ടാ, വലുപ്പമല്ല പ്രധാനം, മനസ്സാണ്. ആപത്തിൽ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആർക്കും ആരെയും സഹായിക്കാൻ കഴിയും. അന്നു മുതൽ ചിന്നനും കുഞ്ഞനും നല്ല നല്ല കൂട്ടുകാരായി. വലുപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും പരസ്പരം സഹായിച്ച് ജീവിക്കണമെന്ന് അവർ പരസ്പരം പഠിച്ചു. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.